നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് നാളെ തിരിതെളിയും. പ്രദർശന മത്സരത്തിൽ നിർദ്ദിഷ്ട 5 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 25 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ ജലമേളയിൽ മാറ്റുരയ്ക്കുക. ഗവർണർ പി സദാശിവമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജലമാമാങ്കം ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ 63 വർഷക്കാലമായി പിന്തുടർന്നു വരുന്ന സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറ്റം വരുത്തിയാണ് ഇത്തവണ ജലമേള നടക്കുക. ഫൈനലിൽ മത്സരിക്കാനായുള്ള വള്ളങ്ങളെ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിനായി അത്യാധുനിക ഡിജിറ്റൽ ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സംവിധാനത്തിലൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ വള്ളങ്ങൾ എത്തുന്ന സമയം കാണികൾക്കടക്കം എല്ലാവർക്കും കാണാവുന്നതാണ്. ഇതൊരു പുതിയ ക്രമീകരണമായതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മാനുവലായിട്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടും അവർ സമയം ക്രമീകരിക്കുന്നുണ്ട്. വിദേശികൾ ഉൾപ്പെടെ ധാരാളമായി എത്തുന്ന മേളയുടെ സുഗമമായ നടത്തിപ്പിനായി 1700 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. 18 ഡിവൈഎസ്പിമാരും 132 സിഐമാരും 290 എസ്ഐമാരും 1000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൽ പെടുന്നു. മേളയോടനുബന്ധമായി ആലപ്പുഴ നഗരവും പവലിയനുകളുമെല്ലാം ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. മത്സര വിഭാഗത്തിൽ 20 ചുണ്ടൻ വള്ളങ്ങളും പ്രദർശന മത്സരത്തിൽ 5 കൂടാതെ 41 ചെറുവള്ളങ്ങളുമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജലമാമാങ്കത്തിൽ പങ്കെടുത്തുകൊണ്ട് പുന്നമടക്കായലിന്റെ ആഴങ്ങളിലേക്ക് വേഗത്തിൽ തുഴയെറിയുക. റിപ്പോർട്ടർ ആലപ്പുഴ.